വെറുതെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം തോന്നി നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്ന്. ഞങ്ങളൊരു കുട്ടന്നൊരു ക്യാപ്സിക്കം, ഒരു ബീൻസ്, കുറച്ച് ക്യാരറ്റ് എല്ലാം കൂടെ എടുത്ത് അരിഞ്ഞ് ഞങ്ങളത് പുഴുങ്ങി, അതായത് ആ ഇഡലിക്കുട്ടത്തിൽ ആവി കയറ്റി നേരെ വെച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ബദാം, കുറച്ച് നട്ട്സ് എല്ലാം കൂടെ എടുത്ത് മിക്സിയിലെടുത്തു. മിക്സിയിലിട്ട് ഞങ്ങൾ ജാറിലിട്ട് അങ്ങ് അത് അടിക്കാൻ വേണ്ടി എല്ലാം ജാറിലിട്ടു. ജാറിലിട്ട് കഴിഞ്ഞ് ഞങ്ങളതെല്ലാം വൃത്തിയായിട്ട് ജാറിലിട്ട് നല്ലോണം അത് അടിക്കുകയുണ്ടായി. അടിച്ച് പേസ്റ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഇത് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചേർത്തിട്ടൊന്നുമില്ല. അതിന് ഇച്ചിരി വെള്ളമോട് ഒഴിച്ച് ജാറിൽ വെക്കുക, നല്ലോണം അരയ്ക്കുക. ഇത് അരയ്ക്കുന്നത് സെപ്പറേറ്റ് അരയ്ക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ ക്യാരറ്റും ബീൻസും നമ്മുടെ ക്യാപ്സിക്കം കൂടെ സെപ്പറേറ്റ് നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ചേക്കാണ്, പുഴുങ്ങി മാറ്റി വെച്ചേക്കാണ്. ഇത് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ട് വേണം, പേസ്റ്റ് ചെയ്ത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കുവാണ്. അരച്ച് നല്ലോണം പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കുക. ഇച്ചിരി വെള്ളം കുറവുണ്ട്. ഞങ്ങൾ ഇച്ചിരി വെള്ളം എടുത്ത്, ഇച്ചിരി മൊത്തം കട്ടിയാണ്, ഇച്ചിരി വെള്ളം എടുത്ത് ഞങ്ങൾ ഒഴിക്കും. ഇച്ചിരി വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ല നല്ല ലൂസാക്കി എടുക്കുക. ലൂസാക്കി എടുത്തിട്ട് അതിനകത്ത് അപ്പോഴത്തേനും നല്ല വെള്ളം പോലാവും. അത് നല്ല സൂപ്പറായിട്ട് വെള്ളം പോലാവും. നല്ല നമ്മളിലെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് പോലെ നല്ല വെള്ളം പോലാവും. അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതെടുക്കുക, നമ്മൾ എടുത്ത് വൃത്തിയായിട്ടൊരു ബൗളെടുത്ത് ബൗളിലോട്ട് മാറ്റി വെക്കുക. ബൗളെടുത്ത് മാറ്റി സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചേക്കണം. നമ്മൾ ഇപ്പോഴല്ല അത് ചേർക്കേണ്ടത്. നമ്മൾ മറ്റേതെല്ലാം നമ്മൾ വേവിച്ച് വെച്ചേക്കുവാണല്ലോ, ഓൾറെഡി ആവി കയറ്റി വെച്ചേക്കുവാണ്. ആവി കയറ്റി വെച്ചേക്കുന്ന പിന്നെ എടുക്കുക. നമ്മൾ ചീസ് എടുക്കുക. ചീസ് എടുത്ത് ഒന്നോ രണ്ടോ ചീസ് എടുക്കുക. 2 ചീസ് എടുത്തിട്ട് അതിനകത്ത് പാൻ വെച്ച് പാനിലോട്ട് ചീസ് ഇട്ട് കഴിയുക. ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം അത് ഒന്ന് മെൽറ്റ് ആവാൻ ചൂടാക്കി, ചൂട് കുറച്ച് വെക്കണം. അത് അടി പിടിക്കും, ചെറിയ മെൽറ്റ് ആവും. അതുകൊണ്ട് 2 ചീസ് എടുത്ത് അത് മെൽറ്റ് ആവാൻ വേണ്ടി അതിലോട്ട് വെക്കുക. ഒരു ശകലം ഒന്ന് ഇളക്കി കൊടുക്കണമെന്നില്ല, തന്നെ മെൽറ്റ് ആയിക്കോളും. മെൽറ്റ് ആയി അടി പിടിക്കാതെ സൂക്ഷിക്കും. ഇത് 2 ചീസ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ മെല്ലെ കുറച്ച് നേരം ചൂടായി കഴിയുമ്പോൾ മെൽറ്റ് ആവും. മെൽറ്റായി കഴിഞ്ഞിട്ട് നല്ലോണം അത് നല്ല ലൂസായി കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പക്ഷേ ചൂട് കുറച്ചേ ഇടാവും, ഒരുപാട് കൂട്ടിയിട്ടരുത്. കൂട്ടിയിട്ടാൽ മൊത്തം അത് അടി പിടിക്കും, നല്ലോണം ഇതാവും. ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചൂട് നമ്മൾ കുറച്ചിടുകയാണ്. എടുത്ത് വെച്ചേക്കുന്നത് നമ്മൾ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം ഇതെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുഴുങ്ങി വെച്ചേക്കാണ്. അത് നേരെ എടുത്ത് ഇതിലോട്ട് തട്ടുക. ഇതിലോട്ട് തട്ടിക്കഴിഞ്ഞ് ഇതിലോട്ട് നേരെ എടുത്ത് നമ്മൾ തട്ടിയിട്ടാൽ മതി. തട്ടി നല്ലോണം തട്ടിക്കഴിഞ്ഞ് നമ്മൾ തട്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. നല്ല ഇളക്കി കൊടുക്കുക. അതിന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ അതിലോട്ട് അത്യാവശ്യം ഇപ്പം നല്ല ചൂടായി ഒരു ശകലം ചൂട് ഞങ്ങൾ കൂട്ടി വെച്ചേക്കാണ് കേട്ടോ. ഇപ്പം നല്ല ഇതാവാൻ വേണ്ടി, അതായത് മറ്റേത് പുഴുങ്ങിയത് മാത്രമേ ഉള്ളല്ലോ, അതുകൊണ്ട് നമ്മൾ ചൂടാവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് കൂട്ടി വെച്ചേക്കാണ്. കൂട്ടി വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തു കഴിയുമ്പം നമ്മളിപ്പോൾ നല്ലോണം തീ കൂട്ടി വെച്ചേക്കാണ്. അപ്പോൾ ഇത് കൂട്ടി കരിയരുത്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇളക്കുമ്പോൾ നമ്മൾ കരിഞ്ഞു പോകാൻ പാടില്ല. കാര്യം ഇത് ഒരുപാട് തീയാണ്, നല്ലോണം ചൂടുണ്ട്. അപ്പം നല്ലോണം അത് ഇപ്പം നല്ല രീതിയിൽ അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ചീസ് പിടിച്ചിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഉപ്പെടുക്കുക, ശകലം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന്, നമുക്ക് ആവശ്യം എത്രയാണെന്ന് വെച്ചാൽ അതിനാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത കുരുമുളക് പൊടി ചേർക്കുക. നമ്മൾ കുരുമുളക് പൊടി ശകലം എടുക്കുക. കുരുമുളക് പൊടി അത്യാവശ്യം നമുക്ക് ശകലം കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എരി പോലെ അത്യാവശ്യം കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് പൊടി അത്യാവശ്യം ഞാൻ ചേർത്തിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി എരി വേണം, അതുകൊണ്ട് ഞാൻ തോനെ കുരുമുളക് പൊടി ചേർത്തു. എനിക്ക് എരി ഇച്ചിരി കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് കുരുമുളക് പൊടി ഞാൻ കൂടുതൽ ചേർത്തു. വേറൊരു പൊടി നമ്മൾ ചേർക്കുന്നില്ല. ഓൾറെഡി നമ്മളൊരു ചിക്കൻ്റെ ശകലം എടുത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്, അത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അത് കൂടാതെ അണ്ടിപ്പം നമ്മൾ ഒഴിക്കുന്നത് മറ്റേ ബദാമും അണ്ടിപ്പരിപ്പ് കൂടെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതാണ്. അത് പൾപ്പാക്കി അത് ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഇതിനകത്ത് ഒഴിച്ച് ഇളക്കി കൊടുക്കുക. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ചെറിയ ഇളം ചൂടാവട്ടെ നോക്കണം. നമ്മൾ ഇച്ചിരി ചൂടാക്കുക. നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി നിർത്തരുത്, കാര്യം അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചീസ് കൂടെ നമ്മൾ ഇതിൻ്റെ മണ്ടയിൽ മെൽറ്റ് ആവാൻ വിടുന്നുണ്ട് കേട്ടോ. ഒരു ചീസ് കൂടെ നമ്മുടെ ആവശ്യത്തിന് ചീസ് ഒരുപാട് കിട്ടരുത്, ഒരുപാട് ഇട്ടാൽ ഇതായി പോവും. അതുകൊണ്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് കൂടെ നമ്മൾ ഒരെണ്ണൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടെ മെൽറ്റ് ആവാൻ വേണ്ടി കറക്റ്റ് ഇട്ട് കൊടുത്തു. അത് ഇച്ചിരി നേരം ഒന്ന് കഴിഞ്ഞപ്പോൾ സന്നത് മെൽറ്റായി. പിന്നെ അത് കൂടാതെ നമ്മൾ സെപ്പറേറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കനുണ്ട്. ചിക്കനാണെങ്കിൽ ചെറിയ പീസായിട്ട് അരിഞ്ഞ് നമ്മൾ
ചെറിയ റോസ്റ്റ് പോലാക്കി സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് തന്നെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത് മെൽറ്റ് ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ നമ്മൾ അതിനകത്തോട്ട് ഇത് തട്ടും, ചിക്കൻ്റെ പീസ് തട്ടും. ചിക്കൻ്റെ പീസ് കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. അതിനകത്ത് സാധാരണ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെല്ലാം നമുക്ക് ഇടാം. ഒരുപാട് സവാളയൊന്നും ആവാൻ പാടില്ല, സവാളയൊക്കെ ആയി കഴിഞ്ഞാൽ മൊത്തം കൊള്ളാതായി പോകും. അതുകൊണ്ട് ചെറിയ റോസ്റ്റ് പരുവത്തിലെടുക്കുക. അത് ഇതിനകത്തോട്ട് ഇതങ്ങോട്ട് ചൂടായി കഴിഞ്ഞു. നല്ലോണം ഇളക്കി കൊടുക്കണം. ഒരാൾ ഇതിൻ്റെ അടുത്ത് തന്നെ വേണം എപ്പോഴും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇത് മൊത്തം കട്ടി പിടിക്കുക, അടി കട്ടി പിടിക്കുക. അതുകൊണ്ട് നമ്മുടെ ചെറിയ കുക്ക് ആത്മാർത്ഥമായിട്ട് ഇളക്കുകയാണ്. ആ ഇളക്കുന്ന സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് ചിക്കൻ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല തിക്കായിരിക്കണം. അത് നല്ല കട്ടിയുള്ള റോസ്റ്റ് ഞാനങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നേരെ ആ റോസ്റ്റ് വാരി ഇതിലോട്ടിട്ടു. നല്ല രീതി ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമുക്കൊരു 2-3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അത് വാരി ഇതിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് അതുകൂടെ ചേർത്ത് നമ്മളിത് ഇളക്കി അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സാധനമാണ്. നിങ്ങൾ കഴിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. അങ്ങോട്ട് അതിനകത്ത് ചീസുണ്ട്, അതായത് ബദാം, പിന്നെ അണ്ടിപ്പരിപ്പുണ്ട്. ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേന് നല്ല അടിപൊളിയാണ് കേട്ടോ. കൊച്ചു കുക്ക് ആത്മാർത്ഥമായിട്ട് ഇളക്കുകയാണ്. കൊച്ചു കുക്ക് ആത്മാർത്ഥമായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരാൾ മസ്റ്റായിട്ട് ഇളക്കി കൊടുക്കാൻ തന്നെ വേണം, അല്ലെങ്കിൽ കട്ടി പിടിക്കും. കാര്യം വെള്ളമൊന്നുമില്ലല്ലോ, ഓൾറെഡി അകത്ത് വെള്ളമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എണ്ണ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടേ ഇല്ല. ആകെ ആ റോസ്റ്റ് ചെയ്യാൻ മാത്രം ചിക്കന് മാത്രമേ നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ ഒന്നിനും നമ്മൾ എണ്ണ ഉപയോഗിച്ചിട്ടില്ല. കണ്ടിപ്പം നല്ല അടിപൊളി, നല്ല ഒരു കുഴമ്പ് രൂപമായിട്ടുണ്ട് സംഭവം. ഇത് നമ്മളെടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല രുചിയുണ്ട്. ടേസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പം തന്നെ വായിക്കൂടെ വെള്ളം ഊർന്ന. കാര്യം ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ്, നല്ല രുചി ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ അത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തു. പ്ലേറ്റിലോട്ട് എടുത്തു. പ്ലേറ്റിലോട്ട് ഞങ്ങൾ എടുത്ത് മൊത്തത്തിൽ ഞങ്ങൾ പ്ലേറ്റിലോട്ടാക്കി. ഇച്ചിരി ക്വാണ്ടിറ്റി ഉണ്ട്. പ്ലേറ്റിലോട്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങൾ കുക്കുംബർ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കുന്നത് സൈഡിൽ മൊത്തം കുക്കുംബർ വെക്കും. കുക്കുംബർ ഇതുമായിട്ടാണ് കഴിക്കുന്നത്. വേറൊരു രാത്രിത്തെ നമുക്ക് ചില ദിവസത്തെ ഭക്ഷണം ഇതാക്കാം, ഒരു പ്രശ്നമൊന്നുമല്ല. ചില ദിവസമല്ല, നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഇതാക്കാം. കാര്യം ഇത് കൂടുതൽ വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസും ഇതിനൊരു ചിക്കനുണ്ട്, ചീസുണ്ട്, എല്ലാം ഉണ്ട്. എണ്ണ ഒരു തുള്ളി ഇല്ല. അതുകൊണ്ട് പിന്നെ ആ റോസ്റ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഇച്ചിരി എണ്ണ വരുന്നത്. അത് ഒരുപാട് എണ്ണ ഒഴിക്കാതെ നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇതിനകത്ത് കൂടുതലും വെജിറ്റബിൾസ് ആണ്. ക്യാപ്സിക്കം ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റമിൻ ഉള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം ഏറ്റവും നല്ല വൈറ്റമിൻ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുക്കുംബർ ഞങ്ങൾ അരിഞ്ഞ് സ്ലൈഡ് ചെയ്ത് വെച്ചാൽ അത് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് ഒരു റൗണ്ടിന് ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഞങ്ങൾ റൗണ്ടിനുള്ള ഡെക്കറേറ്റ് ചെയ്ത് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തിട്ടു. ഇത് ഞങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ നേരെ അത് കഴിക്കുകയാണ് ചെയ്തത്. ഒരു സ്പൂണെടുത്ത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് തന്ന അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്തു. എല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്തു. എല്ലാവർക്കും കൊടുത്തു കുറേശ്ശെ. ഞങ്ങൾ നിമിഷം കൊണ്ട് തീർക്കുകയും ചെയ്തു. നിമിഷം കൊണ്ട് അത് ടേബിളിൽ കൊണ്ടുവച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ കുറച്ച് വാരി കഴിച്ചു. ഞങ്ങൾ മലോന കുറച്ച് കഴിച്ചു. ഞങ്ങൾ അമ്മയ്ക്ക് കൊടുത്തു, ഞങ്ങളുടെ അപ്പന് കൊടുത്തു. എല്ലാവരും കഴിച്ചു. ഞങ്ങളെല്ലാവരും ഉണ്ടായി. ഞാനിപ്പോൾ എടുത്ത് കഴിച്ചപ്പോൾ നല്ല രുചി, എന്നാ സൂപ്പർ ടേസ്റ്റ് എന്നറിയോ. അതിൻ്റെ കൂടെ നമ്മളാണ്ട സലാഡ്, നമ്മൾ സൈഡിൽ അഴിഞ്ഞു വെച്ചേക്കുന്നത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടിപൊളിയാണ്. നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഇത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ബൈ.